സ്കന്ധം വരെ പറഞ്ഞ് നമ്മൾ സമർപ്പിച്ചു. ഇന്ന് നവമസ്കന്ധത്തിലെ പ്രതിയോളം പാരായണം ചെയ്തു വെച്ചു. നാളെയാണ് ഭഗവാന്റെ അവതാരം. സപ്തമ സ്കന്ധം കഴിഞ്ഞ് അഷ്ടമസ്കന്ധത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു ആനയുടെ കഥ പറയുകയാണ്. ഗജേന്ദ്രമോക്ഷം എന്നാണ് പറയുക. ശരീശുക ബ്രഹ്മർഷി ഓരോ കഥ പറഞ്ഞു വരുമ്പോഴും അതില് ക്യാപ്സൂള് പരുവത്തിലാണ് കൊടുക്കുക. അപ്പൊ ഓരോ കഥ കേൾക്കുമ്പോഴും പരീക്ഷിത് മഹാരാജാവ് ഗുരുനാഥ അങ്ങനെ കേട്ടാൽ പോരാ, അതിനെ വിശദമായിട്ട് കേൾക്കണം. കാരണം ഭഗവത് കഥകള് ചുരുക്കി ചുരുക്കി കേൾക്കാനുള്ളതല്ല, അതിനെ വിശദമായി അറിയേണ്ടതാണ്. തന്നെയല്ല, എന്റെ ജീവനെ രക്ഷിച്ചത് ഭഗവാനാണ്. അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ബ്രഹ്മാസ്ത്രം വരുമ്പോ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും എന്നെ സംരക്ഷിച്ചു പിടിച്ചത് ആ ശ്രീകൃഷ്ണ പരമാത്മാവാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ അങ്ങനെ ചുരുക്കി 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 കേട്ടാൽ പോരാ, വിശദമായിട്ട് കേൾക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ടാണ് ശ്രീകൃഷ്ണ ബ്രഹ്മർഷി കഥകളെ വിശദീകരിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ശ്രോതാവിന് എത്രമാത്രം താല്പര്യമുണ്ടോ അത് ശ്രവിക്കാനായിട്ട് അതിനനുസൃതമായിട്ടായിരിക്കും വക്താവ് പറയുക. അപ്പൊ കേൾക്കാനിരിക്കുന്നവർക്ക് ഔത്സുഖ്യമുണ്ടെങ്കിൽ മാത്രമേ അത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കും, ചുരുക്കി 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 പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴെല്ലാം പറയും അങ്ങനെ പോരാ, വിശദമാക്കി പറയണം. പറഞ്ഞു ഭഗവാന് ഒരിക്കലും ഒരു ആനയെ രക്ഷിക്കാനായിട്ട് അവതരിച്ചു എന്നാണ്. അപ്പൊ ചോദിച്ചു, ഒരു മൃഗത്തെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ അവതരിക്കുക എങ്ങനെയുണ്ടോ? എന്താ ആനയ്ക്കുള്ള ഇത്ര വലിയ പ്രത്യേകത? പറഞ്ഞു, ആനയ്ക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ ആന പൂർവജന്മത്തിലൊരു രാജാവായിരുന്നു. അപ്പോ അദ്ദേഹം രാജാവായിട്ടിരിക്കുന്ന ആളെ രാജഭരണമൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വര ധ്യാനവും ചെയ്യുമായിരുന്നു. നമുക്കൊരു വീട് നോക്കി നടത്തിയിട്ട് നമുക്ക് നാമം ജപിക്കാൻ നേരമില്ല. ഉണ്ടോ? ഉണ്ടോ? വിളക്ക് കൊടുത്തു എന്നെ 6:30 ആകുമ്പോൾ വലിയ പാടുപെട്ട ഓടിച്ചു കൊടുത്തത്. ഇതിവിടെ ഒരു രാജാവായിട്ടുള്ള ആൾ, അദ്ദേഹം ഈശ്വര ധ്യാനത്തിനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. നമുക്ക് 24 മണിക്കൂർ ഇനി 48 ആക്കിയാലും നമുക്ക് തികയില്ല. അങ്ങനെ ധ്യാനനിമഗ്നനായിരിക്കണം അവസരം. ധ്യാനിക്കാന്ന് പറയുമ്പോൾ വെറുതെ കണ്ണു അടച്ച് കൈ നീട്ടിയിരിക്കലല്ല ധ്യാനം. ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കിക്കൊണ്ട് ബുദ്ധിയെ മടക്കി വെച്ചുകൊണ്ടുള്ളതാണ് ധ്യാനം. അപ്പൊ പുറത്തുള്ളതൊന്നും അറിയില്ല. നമ്മളൊക്കെ ജപിക്കാനൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ, കണ്ണൊക്കെ അടച്ചിങ്ങനെ നിവർന്നൊക്കെ കയ്യൊക്കെ ചിന്മുദ്രയിലൊക്കെ പിടിച്ചിങ്ങനെ നിവർന്നിരിക്കുന്ന ഇരിപ്പ് കണ്ട നമ്മളിപ്പോ അങ്ങ് എവിടെ ചെല്ലും? അവിടെ എന്നോട് ചേച്ചിയെ ഓ ദാ വരുന്നേ, കഴിഞ്ഞു നമ്മുടെ ധ്യാനവും കഴിഞ്ഞു, ജപവും കഴിഞ്ഞു, സർവസ്വവും കഴിഞ്ഞു ഇല്ലേ? നമ്മളെങ്ങനെയാ? കാരണം നമുക്ക് നമ്മുടെ കണ്ണുകളൊക്കെ അടഞ്ഞാലും ചെവിയല്ലേ എവിടോട്ടാ? പുറത്തോട്ടാ. നമ്മുടെ മുറ്റത്തോട് ആരെങ്കിലും നടക്കണത് പോലും നമ്മള് ഇല്ലേ അറിയും. പിന്നെ ജപിച്ചോണ്ടിരിക്കും. ചിലരും ജപം നിർത്തിയിട്ട് പോകും, ചിലരും ജപം നിർത്തത്തില്ല. അത് പൂർത്തിയാക്കിയിട്ട് ചിലപ്പം പറയും വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു എന്നാലും ഇല്ലേ. അപ്പൊ നമ്മൾ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജപത്തിലും ധ്യാനത്തിലും ഒക്കെ ചിന്തിച്ചാൽ. അപ്പൊ
നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തോട്ടിട്ടിട്ടാണ് നമ്മൾ ഈ ജപധ്യാനാദികൾ ശരിക്കും. ആ കണ്ണുകൾ അടഞ്ഞാൽ അതോടൊപ്പം ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളും എല്ലാം അന്തർലീനമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയരുത്. ആ ഉള്ളിൽ ആ ഭഗവത് സ്വരൂപത്തെ മാത്രം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കണം. കണ്ണടച്ചാൽ എന്താ കാണണം? ഇരുട്ട് കാണണം, പിന്നെ ഒന്നും കാണത്തില്ല. കണ്ണടച്ചാൽ പിന്നെ എല്ലാം കാണാൻ പറ്റും. കണ്ണടച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇരുട്ട് മാത്രമേ ഉള്ളൂ. കണ്ണടച്ചാൽ ഉള്ളിൽ എന്ത് കാണാൻ പറ്റണം? ആ ഭഗവാന്റെ സ്വരൂപത്തെ കാണാൻ കഴിയണം. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഈ ക്ഷേത്രത്തിൽ പോകുന്നതും വിഗ്രഹങ്ങളെ കാണുന്നതും തൊടുന്നതും ഒക്കെ ഇല്ലേ. ചന്ദനമൊക്കെ ചാർത്തി വെക്കണതൊക്കെ കണ്ട ഇല്ലേ? ചിലര് ചന്ദനം ചാർന്ന് കണ്ട നല്ല ഭംഗിയില്ലേ? ചന്ദനം ചാർത്തത് ഞങ്ങളെ കണ്ടിട്ടില്ലേ? ഇവിടെ ചാർത്തി കണ്ടിട്ടില്ലേ? ഭഗവതിയെ ചാർത്തിയിട്ടില്ലേ ചന്ദനം? ഇല്ലേ? നല്ല ഭംഗിയാവില്ലേ ചാർത്തി കഴിഞ്ഞാൽ? നല്ല രസാ. അപ്പൊ എന്ത് ചെയ്യണം? ആ രൂപത്തെ ഉള്ളിലേക്ക് ഉറപ്പിക്കണം. കണ്ണടയ്ക്കുമ്പോ ചോദിച്ചേരിൽ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ച് കണ്ണടച്ചാൽ ആ രൂപം അങ്ങനെ. അതിനായി ചന്ദന ചാർത്തുക നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഭഗവതിയുടെ രൂപം അതുപോലെ വേണോ? അല്ല. സത്യത്തിൽ ഭഗവതിക്കും ഭഗവാനൊന്നും രൂപമില്ല. പക്ഷേ നമുക്കിങ്ങനെ ആരാധിക്കാനും നമുക്ക് അങ്ങനെ അതിലേക്ക് കൂടുതൽ നമ്മുടെ മനസ്സിനെ അടുപ്പിക്കാനും ഒക്കെ ഇങ്ങനെ ഓരോ രൂപങ്ങള് ഓരോ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഓരോ ആൾക്കാർ അങ്ങനെ ആക്കി തന്നിരിക്കുകയാണ്. അപ്പോ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വായത്തമാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു രൂപത്തെ നമ്മളങ്ങ് ഉള്ളിലേക്ക് സ്വാംശീകരിച്ചു വെക്കണം. ഇപ്പൊ കണ്ണടച്ച നരസിംഹമൂർത്തിയെ കാണാൻ തോന്നുമ്പോ ആരെ ഓർത്താൽ മതി? എന്നെ ഓർത്താൽ മതി. പെട്ടെന്ന് നരസിംഹമൂർത്തി വിളിയോ ഇല്ലേ? ഈ മഹാദേവന്റെ കാട്ടാളഭാവം കാണണമെങ്കിലോ അന്നേരവും എന്നെ ഓർത്താൽ മതി. കിരാതമൂർത്തിയുടെ രൂപത്തെ കാണും ഇല്ലേ? ഞാൻ പറയാറുണ്ട്, ഭഗവാനെ ഉള്ളിലേക്ക് എടുക്കാൻ എളുപ്പം ഒരു വഴിയുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ഭഗവാന്റെ രൂപത്തിൽ മനസ്സുകൊണ്ടങ്ങ് ഒരുക്കണം. ഭഗവാന്റെ രൂപത്തെ മനസ്സുകൊണ്ട് അങ്ങ് ഒരുക്കണം. അങ്ങനെ ഒരുക്കി കുറെ നാളുകൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഭഗവാന്റെ രൂപം അങ്ങനെ ഉള്ളിൽ. അപ്പോ ഇവിടെ ധ്യാനനിമഗ്നമായി ഇരുന്നത് കൊണ്ട് തന്നെ പുറത്തു നടന്നതൊന്നും അറിഞ്ഞില്ല. ഈ അവസരത്തിലാണ് അഗസ്ത്യമുനി അതുവഴി കടന്നുപോയത്. അഗസ്ത്യമുനി കടന്നുപോയപ്പോ ഇദ്ദേഹത്തെ കണ്ടിട്ട് എഴുന്നേറ്റിട്ടില്ല. ഗുരുക്കന്മാരെ കാണുമ്പോ എന്ത് വേണമെന്ന് കാര്യം അടക്കി ഓരോന്ന് കൊടുക്കണം അല്ലേ? ഇപ്പൊ സാറന്മാരെയൊക്കെ എന്തോ ചെയ്യും? ഖരാവോ ഇല്ലും അല്ലേ? ഗുരുക്കന്മാരെ കണ്ടാൽ സജ്ജനങ്ങളെയൊക്കെ കണ്ടാല് എഴുന്നേറ്റ് വന്ദിക്കണം. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണ് നമിക്കണം എന്നാണ്. ഇപ്പൊ നമ്മള് കാണുമ്പോ കെട്ടി പോവാ അല്ലേ? ചിലർക്കൊരു ധാരണയുണ്ട്, ദൂരെ മാറിയിരുന്നല്ലേ അവന്റെ കുറ്റവും പറയുന്ന, അവനെ കുറിച്ച് അവനെ ചീത്ത വിളിക്കുന്നത്, അവൻ കേൾക്കണില്ലല്ലോ എന്ന്. നമ്മള് കേൾക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്റെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് വല്ല നിശ്ചയമുണ്ടോ? അതുണ്ടല്ലോ. ഒന്ന് ഇപ്പുറം 3 പേര് അവിടെ, 2 പേര് അവിടെ, 3 5 പേരല്ലേ ഇവിടെ വന്നുള്ളൂ. കാണാനുള്ളത് അത്രയേ ഉള്ളൂ. കാണുന്നവര് അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മൾ അറിയണ്ട. നമ്മൾ ഈ ഒരാളെ കാണുമ്പോ, ഒരാളെ മാറി നിന്ന് ചീത്ത പറയുമ്പോ, വിമർശിക്കുമ്പോഴൊക്കെ ഈ വന്നവൻ ആരാന്ന് ആദ്യം അറിയണം. അവന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാമോ? പണി വീട്ടിൽ കിട്ടും. അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവും. കാരണം ഇവ കൊണ്ട് നടക്കുന്ന ആരെയാന്ന് വല്ല നിശ്ചയമുണ്ടോ? ഒരു നിശ്ചയം. നമ്മൾ നോക്കുമ്പോ എന്താന്നാ അല്ലേ? പക്ഷെ അവന്റെ കൂടുള്ളത് ആരാന്ന് അറിയില്ല. ചീത്ത വിളിക്കുന്നതും അവൻ കേൾക്കണമെന്നില്ല. പക്ഷെ കേൾക്കേണ്ടവര് കേട്ടു പോയാ പിന്നെ അവൻ മേടിച്ചു എടുക്കുന്നത് എന്താണെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ആരെയും നമ്മൾ അവഹേളിക്കാൻ പോകരുത്. നമുക്ക് ഇഷ്ടമില്ലയോ അവരുടെ അടുത്തേക്ക് പോകണ്ട. അവര് പറയുന്നത് കേൾക്കാൻ പോകണ്ട. പ്രശ്നം എനിക്കൊന്ന് ഇന്നലെ
കേട്ടിട്ട് പോയിട്ട് ഇന്നലെ മോക്ഷം കുറെ പേർക്ക് കിട്ടി, അവിടെ ഇന്ന് ആള് പറഞ്ഞു അല്ലേ. 2-ാം ദിവസം കൊണ്ട് മോക്ഷം കിട്ടി എന്ന് ആലോചിച്ച് നോക്കിയ രജത്തിന്റെ. അതിന് മോക്ഷം കിട്ടാൻ നിങ്ങൾക്ക് കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് കൂടെ കിട്ടിയ ഞാൻ അപ്പം നിർത്താം നമുക്ക്. പിന്നെ വേണ്ട, സപ്പതാക്കളെ പിന്നെ വേണ്ട. കാരണം മോക്ഷം കിട്ടുന്നവർക്ക് ഇതൊന്നും വേണ്ട. ചത്ത് കഴിയുമ്പോൾ കിട്ടുന്നതല്ലല്ലോ മോക്ഷം. മോക്ഷം എപ്പോ കിട്ടണതാ? ജീവിച്ചിരിക്കുമ്പോൾ നേടിയെടുക്കേണ്ടതാ മോക്ഷം. നമ്മളൊക്കെ ചത്ത് കഴിയുമ്പോൾ ആ രൂപത്തിൽ ആവാഹിച്ചിരുത്തിക്കൊണ്ട് ശംഖാഭിഷേകം നടത്തി എവിടെ കൊണ്ടിരുത്തി അച്ഛനെ? തിരുവല്ലത്ത്. ഇനി ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോളും കേട്ടോ പുള്ളി. എന്നിട്ട് അച്ഛന് മോക്ഷം കിട്ടിയതാ. എന്നിട്ട് വേണേ ഭാഗവതം ഒന്ന് ഇടയെടുത്ത് നോക്കും. കിട്ടുമ്പോ പൂതനാമോക്ഷ കിട്ടി. രക്ഷപ്പെട്ടു, അച്ഛൻ രക്ഷപ്പെട്ടു. ഇനി അച്ഛൻ ഇങ്ങോട്ട് വരവേ ഇല്ല. അണ്ട കിടക്കുന്നതാ. 2 വർഷം കഴിഞ്ഞപ്പോ ഒരു കൊച്ചുണ്ടായപ്പോ ദാ കിടക്കുന്നു അപ്പൂപ്പന്റെ അതേ രൂപം. ഇതെവിടുന്നാടാ ഇങ്ങനെ? അപ്പൂപ്പൻ പോയിട്ട് കാലം കഴിഞ്ഞു. ഈ മോക്ഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊന്നുമല്ല. ഒരാളെ മോക്ഷത്തിലേക്ക് വിടാൻ നമുക്ക് ആർക്കും കഴിയില്ല. അവനവൻ സ്വയം നേടിയെടുക്കേണ്ട ഒന്നാണ് മോക്ഷം എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഒരു സങ്കല്പ. ഭഗവാനിലേക്ക് ലയിപ്പിച്ചു, അല്ലെ ഭഗവാനിലേക്ക് ഇരുത്തി, അച്ഛനെ അവിടെ കൊണ്ടിരുത്തി. അച്ഛൻ പോയിട്ട് അച്ഛന്റെ ശവം കത്തി ചാരവും കൊണ്ട് കലക്കി കളഞ്ഞു. അച്ഛന്റെ ജീവൻ വേറൊരു വഴിക്ക് പോയി. പിന്നെ അച്ഛനെ എവിടെ കൊണ്ടിരുത്തി എന്നാണ്? അങ്ങനെ വല്ല ഇരുത്താൻ പറ്റും അച്ഛനെ? എവിടെ? നമ്മുടെയൊക്കെ അച്ഛന്മാര് എവിടെങ്കിലും ആണെങ്കിൽ ഇരിക്കുവോ? അങ്ങനത്തെ കൊണ്ട് ഇരുത്താൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല ഇതൊന്നും. ഇതൊക്കെ നമ്മുടെ സങ്കല്പമാണ്. നമ്മുടെ സങ്കല്പത്തിന് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. ജീവനെ ആവാഹിക്കാൻ പറ്റില്ല, ആത്മാവിനെ ആവാഹിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനു ചെയ്യാൻ കൊണ്ടിരുത്തണേ? അപ്പൊ ഇതൊന്നും ചെയ്യണ്ടേ സ്വാമി? ചെയ്യണം സ്വാമി. ആവാഹനം നടത്തുന്ന അമ്പലത്തിൽ കൊണ്ട് ഇരുത്തുകയും വേണം. തിരുവല്ലത്തോ അല്ലെങ്കിൽ വർക്കലയോ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തണം സ്വാമി. ആര്യാ സ്വാമി ഇരുത്തുന്നേ? അച്ഛൻ പോയില്ലേ? അതൊക്കെ മറ്റൊരു വിഷയങ്ങളാണ്. അതിലേക്ക് വരാം എപ്പോഴെങ്കിലും ഒക്കെ നേരം കിട്ടുകയാണെങ്കിൽ. എന്നേ ഞാൻ പറഞ്ഞു തരാന്ന് ഉറപ്പൊന്നും ഇല്ല. അപ്പോ എന്താ പറഞ്ഞു വന്നേ? സജ്ജനങ്ങളെ കണ്ടാല് അവരെ നിന്ദിക്കാൻ പാടില്ല. നീ വന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിന്ദിക്കരുത്. കാരണം അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്കൊരു നിശ്ചയവും ഇല്ല. കാണുന്ന കാഴ്ചപ്പാടൊന്നും ആവില്ല. ചിലപ്പോ അകത്തുള്ളത് അവൻ കൊണ്ടു നടക്കുന്നത് ആരെയൊക്കെയാണോ, അല്ലെ ഏതൊക്കെ സൈസിലുള്ളതാണോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ആരെയും നിന്ദിക്കാൻ പോകണ്ട, വന്ദിക്കാനും പോകണ്ട. നിനക്ക് ഇഷ്ടമില്ല, പരിസരത്തോട്ട് പോവാതിരിക്കുക. മാറി ഇന്ന് ചീത്ത പറയാൻ നിൽക്കരുത്. ചിലപ്പോ അത് നിനക്കായിരിക്കത്തില്ല മേടിക്കുന്ന പണി, നിന്റെ മക്കളിൽ കൂടി ആയിരിക്കും നീ ആ പണി മേടിച്ച് ചിലപ്പോ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നിനും പോവാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം നമുക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. ഈ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ, അല്ലെ അവരെ ഒന്ന് നിഷേധിച്ചാലേ ഞാൻ ഏതാണ്ടൊക്കെ ആവൂ, അവര് പറയുന്നത് അനുസരിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ വലിയ ആളായത് എന്നൊക്കെ തോന്നും. ആ നിഷേധമൊക്കെ എവിടെ ചെന്ന് കയറുമെന്നുള്ളത് കണ്ടും കേട്ടുമൊക്കെ അറിയേണ്ടി വരും. പോട്ടെ. അപ്പൊ പറഞ്ഞു വന്നു വെച്ചാൽ സജ്ജനങ്ങളെ കണ്ടാൽ വന്ദിക്കണം എന്നാണ് നമ്മുടെ സംസ്കാരം. അതാണ് ഗുരുക്കന്മാരെ കണ്ടാല്, അല്ലെ ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുന്നവരെ കണ്ടാല്, അതല്ലെങ്കിൽ അതിന് വരുന്നവരെയൊക്കെ കണ്ടാല് വന്ദിക്കുക എന്ന് നമ്മുടെ ഒരു സംസ്കാരമാണ്. മുതിർന്നവരെ കണ്ടാൽ പ്രായം കൊണ്ടല്ല മൂപ്പ്, ജ്ഞാനം കൊണ്ടാണ് മൂപ്പെന്ന. ജ്ഞാനവൃദ്ധൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ ആരാന്ന് ചോദിച്ചാൽ ജ്ഞാനമുള്ളവനാണ് വൃദ്ധൻ. ശരീരം കൊണ്ട് വൃദ്ധത വേണം നിർബന്ധമൊന്നുമില്ല. ശരീരം ചിലപ്പോൾ പ്രായം ചിലപ്പോൾ 15 കാണൂ, പക്ഷെ അറിവ് കൊണ്ട് അവൻ വൃദ്ധനായിരിക്കും. അതുകൊണ്ടാണ് ജ്ഞാനമുള്ളവനാണ് പ്രാധാന്യം കൂടുതലുള്ളത്. പ്രായം കൊണ്ട് പ്രാധാന്യമില്ല. 70 വയസ്സുള്ളവൻ കസാര ഇരുന്നാലും അറിവുള്ളവനാണ്, നമ്മളെക്കാൾ അറിവുള്ളവനാണ് കയറി വരണത് എങ്കിൽ എഴുന്നേറ്റ് വന്ദിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അതിന് നമ്മൾ സമ്മതിക്കണ്ടേ എന്നേക്ക് അറിവ് മറ്റവരുള്ളത്. നമ്മൾ സമ്മതിക്കോ? അവൻ എന്നേക്ക് അറിവുള്ളവനെ നമ്മൾ സമ്മതിക്കോ? എവിടെ? ഞാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഉള്ളൂ. ശങ്കരാചാര്യ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കഴിഞ്ഞതേ ഉള്ളൂ, ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ അടക്കില്ല. നാം എല്ലാം ചോദിച്ചറിയാവോ? ഒരു വകയിൽ അറിയത്തില്ല. നടപ്പ് കണ്ടാലോ ഒന്നും പറയണ്ടില്ല നാരായണ, അല്ലേ? ശരിയല്ലേ?
നമ്മളൊക്കെ എന്തെങ്കിലും സംശയം ആരോടെങ്കിലും പോയി ചോദിക്കുമോ? ചോദിക്കില്ല. എന്താ കാരണം? അങ്ങേടത്ത് ചോദിച്ചാൽ അങ്ങേർക്ക് എനിക്ക് വിവരമില്ലെന്ന് വിചാരിച്ചാലോ? ഞാൻ സർവജ്ഞനാന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് എന്താ ഒരു വകയെ അറിയത്തില്ല. എന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വന്നതാ. ചില സപ്താഹത്തിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാർ വരും, ഈ താടിയും മുടിയൊക്കെ വളർത്തി ഇങ്ങനെ നടക്കുന്ന യുവമാർക്ക് വല്ല വിവരമുണ്ടോ എന്ന് അറിയാൻ ചിലർ വന്നിട്ട് പറയും. വന്ന ആദ്യം ചോദിക്കുന്നത്, സ്വാമി കംസന്റെ അമ്മായി അമ്മയുടെ പേരെന്തുവാ? അതുകൂടെ കിട്ടിയ ഭാഗവതത്തിന് എല്ലായി. ഇനി അതുകൂടെ മതി കിട്ടും. കംസന്റെ അമ്മായി അമ്മയുടെ പേരൂടെ കിട്ടിയ ഭാഗവതം മുഴുവൻ പറ്റി. ഇങ്ങനെയുണ്ട് ചിലത്. ഓരോരുത്തർക്കും ഓരോ സൈസ. ഞാൻ പറയാം, നിങ്ങളൊക്കെ വർഷത്തിൽ ഒരെണ്ണത്തിന് എന്നെപ്പോലുള്ളവനെ കാണുന്നുള്ളൂ. ഞാൻ നിങ്ങളെപ്പോലുള്ള 10,000 ആൾക്കാരെയാണ് കാണുന്നത്. അതുകൊണ്ട് ഓരോരുത്തരെ അടുത്തോട്ട് വരുമ്പോഴേ അറിയാം ഇത് എന്തോ ഞാൻ വരുന്നതെന്ന്. അപ്പോഴേ നമ്മൾ എഴുതി അവിടെ കുറിച്ച് വെക്കും, ഇത് ഇത്രയേ ഉള്ളൂ മാർക്കെന്ന്. അങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് സജ്ജനങ്ങളെ കണ്ടാൽ നിന്ദിക്കാതിരിക്കുക പരമാവധി. വന്ദിക്കാൻ പോകണ്ട. നിനക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പരിസരത്തേക്ക് പോകണ്ട. പക്ഷെ നിന്ദിക്കാൻ നിൽക്കണം. നിന്ദിക്കാൻ നിന്നാൽ ഇന്നത്തെ നിന്റെ നിന്ദാവാക്കുകൾ പ്രകൃതി ഏറ്റെടുക്കും. ആ പ്രകൃതി ഏറ്റെടുത്താൽ നാളെ നിന്റെ സന്തതികൾക്കായിരിക്കും അത് തിരിച്ചടിയായിട്ട് വരിക. നമുക്ക് നേരെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് നോവുന്നത് എപ്പോഴാ? എന്റെ കൈ മുറിഞ്ഞാലാണോ എനിക്ക് വേദന കൂടുതൽ, അതോ എന്റെ മക്കളുടെ കൈ മുറിയുമ്പോഴാണ്? ആ മക്കളുടെ കൈ മുറിയുമ്പോഴാ. അതുകൊണ്ട് അടി കൊടുക്കണത് എവിടെ ആയിരിക്കും? ആദ്യം സന്തതികൾക്കിട്ടായിരിക്കും. അപ്പൊ അന്നേരം അത് മേടിച്ച് കിട്ടുമ്പോഴേ വേദന അറിയുന്നത്. എങ്ങനെ വന്നാവുന്നതും ചിലപ്പോൾ നമുക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. കൂടുതലും അടി മേടിക്കുന്നത് ഇങ്ങനെ. അതാ സത്യം. നമ്മൾ അറിയാതെ അടി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നത് ഇങ്ങനെ. കാരണം സജ്ജനങ്ങളെ നിന്ദിക്കാൻ നമ്മുടെ ഒരു സ്വഭാവം. ഗുരുക്കന്മാരെ കണ്ടാൽ അവരോട് മര്യാദ എന്ന് പറയുന്ന ഒന്നും ഇല്ല. ഞങ്ങളൊക്കെ ചില ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് വലിഞ്ഞു കയറി ചെന്ന പോലെ ഓരോരുത്തരുടെ പെരുമാറ്റം. പട്ടിണി കിടന്നിട്ട് ഭാഗം കൊടുത്ത് കച്ചത്തി വെച്ച് വലിഞ്ഞു കയറി വന്നവന്മാർ അവന്മാരോട് ഇങ്ങനെ മാതിരി എന്ന് ഞാൻ ചിരിക്കും കാണിക്കുന്നതാണ്. എന്താ കാരണം? നമ്മളൊന്നുമല്ല. നമ്മൾ പതുക്കെ ഒന്ന് പുറം വലിയും, ഒന്നിനും നിൽക്കില്ല. അതൊക്കെ എപ്പോഴാ മേടിച്ച് കിട്ടുന്നതെന്ന് അറിയില്ല. അവിടെ ഞാൻ ചിരിച്ചോണ്ടെങ്കിൽ പുറത്തോട്ട് മാറും. കാരണം കൂട്ടിയടിക്കുമ്പോൾ കൈ കൂട്ടിയടിക്കുമ്പോഴല്ലേ ഒച്ച കേൾക്കുള്ളൂ. ഒരു കൈ വീശിട്ട് പൊക്കോട്ടെ, അത് അപ്പുറത്തെ കാറ്റായിട്ട് തിരിഞ്ഞ് കിടങ്ങി കൊടുക്കാനായിട്ട് അവന്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ അവന് അറിഞ്ഞോളുമല്ലോ എന്ന് വിചാരിക്കും. ചിരിക്കും. ഞാനപ്പോ അധികം ഒന്നിനും പോവാറില്ല. കാരണം നമ്മളെന്തൊക്കെ ഒരു ധാരണയുണ്ട്, ഈ വന്നിരിക്കുന്നതെല്ലാം ഒരുമാതിരി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നിട്ടുള്ളവരാ, അവർക്ക് വേറെ ഇതൊന്നും ഇല്ല എന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ട്. ഒന്നുമല്ല. കയറി കിടക്കാനൊരു കുടുംബവും നല്ലൊരു വീടും അത്യാവശ്യം കുടുംബവും വലിയ സാമ്പത്തികമൊന്നുമില്ല, പട്ടിണി ഇല്ലാതെ കിടക്കാനുള്ള പണിയൊക്കെ അറിയാവുന്നവരല്ല. പിന്നെ ഈശ്വരനെ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു വഴി കൂടെ യാത്ര ചെയ്ത് കിട്ടുന്ന ദക്ഷിണ കൊണ്ട് കുടുംബം പുലർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെല്ലിയെ കണ്ട് ഇതില്ലേ നിങ്ങളെന്തോ ചെയ്യും? കൊറോണ വന്നപ്പോൾ ജീവിച്ചില്ലയോ? 2.5 കൊല്ലം സർപ്പതാപമൊന്നും ഇല്ലാത്തല്ലോ. അന്ന് ഞങ്ങളെന്തോ പോയി ആത്മഹത്യ ചെയ്തോ? ഒന്നുമില്ലല്ലോ. അന്നും ഞങ്ങൾ ജീവിച്ചു, ഇന്നും ജീവിക്കുന്നതിന് മുമ്പും ജീവിച്ചു, ഇനിയും ജീവിക്കും. ഭഗവാൻ അനുവദിക്കുന്നിടത്തോളം അനുവദിക്കുന്നത് പോലെ ജീവിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മളൊന്നും കണ്ടിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. ആണോ? എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു ലൈനിലേക്ക് പോലും വരുമെന്ന് വിചാരിച്ച ഒരാളല്ല. ഇത് ഭഗവാനായിട്ട് എന്റെ കയ്യിൽ ഭാഗവതം എടുത്തു തന്ന് എന്നെ ഇങ്ങനെ ഇറക്കി വിട്ടതാ. കാരണം എന്റെ പ്രകൃതം ഇതൊന്നും അല്ലായിരുന്നു. എന്റെ ജീവിത ശൈലി ഇതൊന്നും ആയിരുന്നില്ല. 19ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയുടെ റീജിയണൽ മാനേജർ സെക്രട്ടറി ആയിട്ട് പോസ്റ്റിംഗ് കിട്ടി 1500 രൂപ 90-ൽ ശമ്പളം മേടിച്ചവനാണ്. 90-ൽ 1500 രൂപ ശമ്പളം മേടിച്ചവനാണ്. ആ എന്നെയാണ് അവിടുന്ന് വലിച്ചിറക്കത്തി വിട്ടത്. 8 ചവിട്ടി തേച്ച് ഒരച്ച് മോന്തയും കളഞ്ഞ് മുട്ടും കളഞ്ഞ് നടുവും കളഞ്ഞ് ഈ ഭാഗം എടുത്ത് കൈ തന്നു, നീ നാടുകൾ നടത്തോളാന്ന് പറഞ്ഞു. ഞാനായിട്ട് എടുത്തതല്ല. നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ ലോകത്ത് കാണത്തില്ല. അതുപോലെ നല്ല സ്വഭാവമായിരുന്നു. ഇപ്പോഴാ പിന്നെ ഒരു ശകലം പിഴച്ചു പോയത്. സർവ്വ തരികിടെ കഴിഞ്ഞിട്ട് ആ ഭാഗവതത്തിന്റെ ഭഗവാൻ തന്നത് അത് തൃക്കുടത്താഴ്ത്തപ്പൻ എടുത്ത് തന്നതാ. കാരണം അങ്ങേരുടെ മുമ്പിൽ 3.5 കൊല്ലത്തോളം ഇരുന്ന് നാമം ജപിച്ചവരുടെ ഗുണത്തിൽ അങ്ങേരുടെ തന്നാൽ ഇവർ എങ്ങനെയും പോയി പിഴച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതുകൊണ്ട് അല്ല, ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തൊന്നും അല്ലിത്.
ഇതിനൊന്നും ഒരു താല്പര്യമില്ല. ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ല. വല്ലപ്പോഴും എവിടെയെങ്കിലും അമ്പലത്തിൽ പോയി ചെന്നേരം ഭാഗവതം വായിക്കും എന്നുള്ളതല്ലാതെ ഇങ്ങനെ സപ്താഹത്തിന് ഇറങ്ങുന്നു, ഇങ്ങനൊരു പീഠത്തിലേക്ക് സജ്ജനങ്ങളും ഗുരുക്കന്മാരും കൂടെ കയറ്റി 21 ഒന്നും വിചാരിച്ചിറങ്ങി തിരിച്ചതല്ല. അപ്പൊ ഈശ്വരൻ നിയോഗിച്ചത് കൊണ്ട് അങ്ങനെ പോവാ. ഗുരുക്കന്മാരുടെ കാരുണ്യം തന്നെ കൈവച്ച് ഭംഗിയായിട്ട് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു ഗുരുക്കന്മാർ. അതാണ് ഏറ്റവും വലിയ ഗുണം കിട്ടിയത്. കൈവച്ച ഗുരുക്കന്മാരെല്ലാം അനുഗ്രഹിച്ച് നന്നായിട്ട് തന്നെ മനസ്സറിഞ്ഞ് കൈവച്ചതായതുകൊണ്ട് ഇങ്ങനെ പോണതാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഓരോന്ന് പറയുകയും എടുക്കുകയും ചെയ്യുമ്പോൾ അത് ഏതാ എന്തവാ എങ്ങനെയാന്ന് തിരിച്ചറിഞ്ഞിട്ട് വായിന്ന് വരുന്ന വാക്ക് പുറത്തോട്ട് വിടാവൂ. സൂക്ഷിച്ചും കണ്ടും പോയില്ല ചിലപ്പോ എവിടുന്ന് എങ്ങനെ പണി വരുമെന്ന് അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ പറയണേ? ഇപ്പൊ എന്തായാലും അങ്ങനെ അഗസ്ത്യം വന്നപ്പോ അദ്ദേഹത്തെ ആദരിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ട് ബഹുമാനിച്ചില്ല എന്നൊരു കോപം അദ്ദേഹത്തിന് ഉണ്ടായിന്ന. അതുകൊണ്ട് അദ്ദേഹം ശമിച്ചു അത്രേ, നീ ആനയായി പോവട്ടെ എന്ന്. വേഗം തന്നെ ഭടന്മാരിത് അറിഞ്ഞു. വേഗം അദ്ദേഹത്തെ ചെന്ന് വിളിച്ച് ഉണർത്തി പറഞ്ഞു, ഇതാ അഗസ്ത്യമനി അങ്ങേക്ക് ഒരു ശാപം നൽകിയിരിക്കണു, അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുണ്ട്. വേഗം അവിടുന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് അഗസ്ത്യമനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പറഞ്ഞു, ഗുരുനാഥ, ഞാൻ അറിഞ്ഞില്ല അങ്ങ് വന്നത്. ധ്യാനത്തിൽ ഇരുന്നത് കൊണ്ട് അങ്ങയുടെ ആഗമനം അറിയാത്തത് കൊണ്ട് മറ്റതല്ല, അഹങ്കാരം കൊണ്ട് ചെയ്തതല്ല എന്ന് പറയും. അഗസ്ത്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രദ്യുമ്നൻ എന്നാണ്, രാജാവിന്റെ പേര് ഇന്ദ്രദ്യുമ്ന. അങ്ങ് ത്രികാലങ്ങളും അറിയാൻ കഴിയുന്ന എനിക്ക് പോലും അങ്ങ് അവിടെ ധ്യാനിക്കുകയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഈശ്വര നിയോഗമാണ്. അങ്ങേക്ക് അങ്ങനെ ഒരു ശാപം ഏൽക്കണമെന്നുള്ളത്. അതുകൊണ്ട് അങ്ങ് വിഷമിക്കണ്ട. അങ്ങനെ ഒരു ശാപം തന്നുവെങ്കിലും ഞാനിത് അങ്ങേ അനുഗ്രഹിക്കുന്നു. സാക്ഷാൽ നാരായണൻ തന്നെ വന്ന് അങ്ങേ രക്ഷിക്കും. അങ്ങനെ ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാരാജാവ് ആനയായിട്ട് പിറന്നു, അല്ലെ മാറി. അങ്ങനെ കാട്ടി ചെന്നപ്പോഴും അവിടെ ഒരു ശ്രേഷ്ഠത്വം ഈ ആനയ്ക്കായിരുന്നു. സർവ പിടികളും കൂടെ കൂടി അതുങ്ങളെ കൊണ്ട് ഇങ്ങനെ ജീവിതം ആസ്വദിച്ച് നടന്നു. അതിൽ കൂടി കുറെ ആനക്കുട്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെ നടന്നു കിടന്ന അവസരത്തിൽ ഒരിക്കല് ഒരു തടാകത്തിൽ കണ്ടു. ഈ ആനയ്ക്ക് വെള്ളം കണ്ട പിന്നോ ഭ്രാന്താന്നാ പറയുക. അവൻ അതിനകത്തൊക്കെ ഒന്ന് കിടന്ന് മറിഞ്ഞില്ലെങ്കിൽ അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ തടാകത്തിലേക്ക് തന്നെയല്ല വെള്ളത്തിലേക്ക് ഒത്തിരി ക്ഷാമമുള്ള വേനൽക്കാലമായത്. അതുകൊണ്ട് വെള്ളം കണ്ടപ്പോൾ സന്തോഷം തോന്നി. അങ്ങനെ ആ തടാകത്തിലേക്ക് ഇറങ്ങാൻ കുട്ടികളൊക്കെ ചാടാൻ തുടങ്ങിയപ്പോ ശബ്ദം ഉണ്ടാക്കി അതുങ്ങളെ പുറകോട്ട് വലിച്ചു. എന്നിട്ട് നേരെ താഴെ കാലിറങ്ങി ഈ ഗജശ്രേഷ്ഠൻ ഇറങ്ങി. അതാണ് നേതൃത്വം എന്ന് പറയുന്നത്. എന്തിനും മുൻപിൽ നേതാവ് നിന്നുകൊണ്ട് വേണം നയിക്കാൻ. എന്താ കാരണം? തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ വരുന്നവർക്ക് ഒരിക്കലും ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ നേതാവ് മുമ്പിൽ നിൽക്കണം. ആരോട് പറയാൻ? അതുകൊണ്ട് ഗജശ്രേഷ്ഠൻ എന്ത് ചെയ്തു, ആദ്യം ഇറങ്ങി വെള്ളത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി. ഒന്നും ഇല്ലാന്ന് കണ്ടപ്പോ ബാക്കിയുള്ളതിനെ പതുക്കെ വിളിച്ചിറക്കി. കുട്ടികളെയും പിടിയാനെയൊക്കെ വിളിച്ചിറക്കി. അവിടെ ഇറക്കി എല്ലാരും കൂടെ തുമുർത്ത് ആടി മനസ്സ് നിറയുന്നത് വരെ, സന്തോഷം തോന്നുന്നത് വരെ ആ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ എത്തിക്കൊടുത്താടി. കുട്ടിയാനകളൊക്കെ കുത്തി മറിഞ്ഞ് ബഹളങ്ങൾ ഉണ്ടാക്കി ആ വെള്ളമെല്ലാം കലക്കി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഓരോന്നിനെയായിട്ട് പിടിച്ച് കേട്ടാ തുടങ്ങി. പണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ പോയാൽ ബസ്സിൽ ആദ്യം കയറുന്ന ആരായിരിക്കും? ബസ്സിൽ ആദ്യം കയറുന്നത് മക്കള്. പിന്നെ ഭാര്യ, പിന്നെ അച്ഛൻ. ഇറങ്ങുമ്പോഴോ ആദ്യം ആരിറങ്ങും? അച്ഛൻ ഇറങ്ങും. പിന്നെ അപ്പൊ നല്ല അമ്മയാ, നല്ല അച്ഛനുമാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ കുട്ടികളെയും കൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടെ പോയ ആദ്യം ആര് കയറണം? ആ അമ്മ ആദ്യം കയറണം. കൊച്ചുകുട്ടികളാണെങ്കിൽ കയറിയിട്ട് കുട്ടികൾ വരുമ്പോൾ കൈ പിടിച്ച് അതുങ്ങളെ കയറ്റി ഓരോ സീറ്റ് എഴുതണം, വേണ്ടേ? അത് കഴിയുമ്പോ ആര് കയറും? അച്ഛൻ കയറും. ഇറങ്ങുമ്പോ ആദ്യം ഇറങ്ങും? അച്ഛൻ ആദ്യം ഇറങ്ങും. അത് കഴിയുമ്പോ ആരെ ഇറക്കും? മക്കളെ ഇറക്കും. അത് കഴിയുമ്പോ ആരിറങ്ങും?
അമ്മ ഇറങ്ങും. അങ്ങനെ വേണം, അങ്ങനെയാണ് നല്ല അച്ഛനും അമ്മയൊക്കെ. അതിപ്പോ വണ്ടിയെ ബസ്സേ പാല് പോകുന്നു, എല്ലാവരും കാറിൽ സ്കൂളിലേക്ക് വരും. ആരാ ഇപ്പൊ ബസ്സേ പോകുന്നത്? ആരാണ്? അല്ലേ ഓട്ടോ വിളിച്ചു ഇല്ലേ? വണ്ടി ഇപ്പൊ ബസ്സേ കയറ്റൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പോട്ടെ, പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു. അങ്ങനെയാണ് യാത്ര ചെയ്യുമ്പോ എപ്പോഴും മധ്യത്തിൽ വേണം. മധ്യത്തിലല്ല, നടുക്ക. മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ഓർമ്മ അത് വരും. യാത്ര ചെയ്യുമ്പോ മക്കളെ നടുക്ക് നിർത്തി അച്ഛൻ മുമ്പിലും അമ്മ പുറകിലുമായിട്ട് നിൽക്കണം. പിടികിട്ടിയാവോ? അപ്പൊ അതുകൊണ്ട് ഗജശ്രേഷ്ഠൻ ആദ്യം ഇറങ്ങി. കുഴപ്പം വല്ലതും ഉണ്ടെന്ന് അറിയണ്ടേ, അപകടം വല്ലതും ഉണ്ടെന്ന് അറിയണം. അതിനാദ്യം ഇറങ്ങിയത്. ഒന്നും ഇല്ലാതെ മനസ്സിലായപ്പോ തിരിച്ചെന്ത് ചെയ്തു? വേഗം പിന്നെ എല്ലാത്തിനെയും വലിച്ചിറക്കി എല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറാൻ തുടങ്ങിയപ്പോ ആദ്യം പിടിയാനകളെയൊക്കെ കയറ്റി വിട്ടോ. ഈ നമ്മളെ കേരളീയം നമ്മൾ പറയത്തില്ലേ, അതിനെന്ത് ചെയ്യും? ഇവർ ഓരോ ശബ്ദം ഉണ്ടാക്കും. ആനയുടെ ശബ്ദത്തിനെല്ലാം ഓരോരോ ശബ്ദം വരിക. അപകടം ഉണ്ടാകുമ്പോ ഒരു രീതി, സന്തോഷം വരുമ്പോ ഒരു രീതി, പിന്നെ എന്തെങ്കിലും എന്താ പറയാ, ദേഷ്യം വരുമ്പോ വേറൊരു സൗണ്ട്. അങ്ങനെ ശബ്ദ വ്യത്യാസത്തിൽ തിരിച്ചറിയും ആനകൾ. അതുകൊണ്ട് പിടിയാനകളെ ആദ്യം ശബ്ദം ഉണ്ടാക്കി കയറ്റി വിട്ടു. കയറി പൊക്കോളാൻ പറഞ്ഞല്ല, എല്ലാരും കയറി കഴിഞ്ഞപ്പോ പിള്ളേരെയും കയറ്റി വിട്ടു. കുട്ടിയാനകൾക്ക് ഒത്തിരി ഉണ്ട്, എല്ലാത്തിനെയും കയറ്റി വിട്ടു. കഴിഞ്ഞപ്പോ ലാസ്റ്റ് ആര് കയറാൻ നോക്കി? ഗജശ്രേഷ്ഠൻ അങ്ങോട്ട് കയറാൻ നോക്കിയപ്പോ കാലിൽ എന്തോ ഒന്ന് പിടിച്ച് പുറകോട്ട് വലിക്കണുണ്ടോ എന്നൊരു സംശയം. കാലൊന്ന് കുടഞ്ഞു നോക്കി, എന്തോ കൊണ്ടതായിരിക്കും വിചാരിച്ചു. തന്റെ കരുത്തുകൊണ്ട്, കാരണം ആന ഭയങ്കര കരുത്തനാണ്, അതുകൊണ്ട് തന്റെ കരുത്തുകൊണ്ട് അത് കുടഞ്ഞു കളയാമെന്നൊക്കെ വിചാരിച്ചു. കാലെടുത്ത് കുടഞ്ഞൊക്കെ നോക്കിയിട്ട് കാലിൽ നിന്ന് ആ പിടി വിട്ടുപോണില്ല. തന്നെയല്ല, താൻ മുന്നോട്ടായും തോറും തന്നെ എന്തോ ഒന്ന് പിടിച്ച് പുറകിലേക്ക് വലിച്ചു താഴ്ത്തുന്നുണ്ടോ എന്നൊരു സംശയം. താൻ കുറേശ്ശെ താഴ്ന്നു പോവുകയാണ് എന്നറിഞ്ഞപ്പോ ഗജശ്രേഷ്ഠന് വേഗം കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ സിഗ്നൽ കൊടുത്തു, താന്റെ അപകടത്തിൽ പെടുന്നു എന്ന്. പിടിയാനകളെല്ലാം കൂടെ ഓടി വന്ന് വലിച്ച് കരയിലേക്ക് കയറ്റാൻ നോക്കി. എല്ലാരും കൂടെ നോക്കിയിട്ടും ഗജശ്രേഷ്ഠന് കരയിലേക്ക് കയറാനായിട്ട് പറ്റണില്ല. ഇച്ചിരി നേരമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം പിടിയാനകൾക്ക് മനസ്സിലായി തങ്ങളെ കൊണ്ട് ഇനി ഇങ്ങനെ പിടിച്ചു കയറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ പിടിയാനകളെല്ലാം പിടിവിട്ടു. ഇത്രയേ ഉള്ളൂ. നടക്കുമ്പം സർവ്വ പിടിയാനയും കൂടെ കാണും. ഇനി ഒരു തരത്തിലും അങ്ങേര് മണ്ടക്കോട്ട് കയറില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ സർവ്വ പിടിയാനെ പിടി വീടും. അടുത്ത കൊമ്പന്റെ കൂടെ പോവും. മനസ്സിലായില്ലേ? ഒരു പാഠമാണ് അത്. കൊമ്പന്മാരൊക്കെ ഓർക്കേണ്ട ഒരു പാഠമാണ്. ഈ പിടിയൊക്കെ ഒരു സാഹചര്യം കഴിഞ്ഞാൽ പിന്നെ പിടി അങ്ങ് വിടും. അങ്ങനെ പിടിയാനകളൊക്കെ പിടിവിട്ടപ്പം കൊമ്പന് മനസ്സിലായി ഇനിയും തന്നെ രക്ഷിക്കാൻ ഇവിടെ ഒന്നും ആരുമില്ല. നമുക്കൊരു ധാരണയുണ്ട് അല്ലേ, നമ്മളെ രക്ഷിക്കാൻ ആരാണ്ടൊക്കെ ഉണ്ടെന്ന് ഇല്ലേ? ശരിയല്ലേ? പക്ഷെ ഇവരാരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ കാണുമോ? തോന്നുന്നുണ്ടോ? നമ്മളെ രക്ഷിക്കാനുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ആപത്ത് വന്നാൽ നമ്മളെ കൂടെ നിന്ന് നമ്മളെ രക്ഷിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു മനുഷ്യൻ കൂടെ കാണില്ല. അതിനാ പണ്ടുള്ളവർ പറയുക, നടക്കുമ്പോൾ നാടും നാട്ടാരും, കിടക്കുമ്പോൾ താനും കട്ടിലും. നടക്കുമ്പോ എല്ലാരും കാണും, എടാ ഗോവോ ചങ്കരോ ഭാഗ്യരോ എന്നൊക്കെ വിളിച്ച് കാണും. വീട്ടിൽ കയറി ഒന്ന് കിടക്കട്ടെ 10 ദിവസം. ആദ്യത്തെ 2 ദിവസം വേണേ വന്ന ചെങ്ങൻ രണ്ടടാ ഉയർന്ന് ചോദിക്കും. 3-ാം ദിവസം പോലെ അങ്ങോട്ട് വരത്തില്ല. എന്താ കാരണം? ചെല്ലുമ്പോ എന്തെങ്കിലും കൊടുത്തില്ല, എന്തോ ചെയ്യും? കയ്യിരിക്കുന്നത് പോകൂലേ? എല്ലാം കൊടുക്കണ്ടേ? അവൻ കിടക്കുന്ന കിടപ്പാ, കുടുംബം കഴിയാൻ പൈസ വേണ്ടേ? അപ്പൊ നമ്മൾ കൂട്ടുകാരല്ലേ, ചെല്ലുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേടാ, അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആരും കൂടെ ഉണ്ടോന്നൊരു പ്രതീക്ഷയെ വേണ്ട. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ എത്ര കാലം കൂടെ കാണും? കാശുള്ളിടത്തോളം കൂടെ കാണും, പദവി ഉള്ളിടത്തോളം കൂടെ കാണും. എന്നിത് രണ്ടും ഇല്ലാതെയാവുന്നോ അന്ന് ഇട്ടേച്ചു പോകും കൂടെ നടക്കുന്നവരല്ല. നമുക്ക് തോന്നും ഇപ്പൊ എന്റെ കൂടെ ഭയങ്കര ആൾക്കാണ്, ഞാൻ എനിക്ക് ഭയങ്കര കരുത്താ ബലവാ എന്നൊക്കെ തോന്നും. എന്റെ ഭാര്യയാണ് എന്നെ പൊന്നു പോലെ നോക്കുന്നത്. അത് ശരിയാ, പൊന്നിനിപ്പം ഭയങ്കര വിലയാണ്. അങ്ങനെ ഉണ്ടല്ലേ കാര്യം നടക്കുക, ഇപ്പൊ പൊന്നു പോലെ നോക്കും. മനസ്സിലാവുന്നുണ്ടോ? അവനെ ഇതൊന്നും ശാശ്വതമായി നിലനിൽക്കണതല്ല, തിരിച്ചറിഞ്ഞോളുക. അപ്പോ അതുകൊണ്ട് ഗജശ്രേഷ്ഠന് മനസ്സിലായി തന്നെ ഇനി രക്ഷിക്കാൻ ആരുമില്ല.
അതുകൊണ്ട് ഇനി ആകെ രക്ഷിക്കാൻ ആരേ ഉള്ളൂ? പൂർവജന്മത്തിലെ സുഹൃതം കൊണ്ട് അന്ന് ഈശ്വരഭജനം നടത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആരുടെ രൂപം തെളിഞ്ഞു? സാക്ഷാൽ നാരായണന്റെ രൂപം തെളിഞ്ഞു. നോക്കൂ, ആ മനുഷ്യനായിരുന്ന കാലത്ത് ജപതപാദികൾ ചെയ്തതിന്റെ ഫലം കൊണ്ട്, ഇങ്ങനെ ഒരു ശാപം കൊണ്ടാണ് രാജയായിട്ട് പിറന്നത് എങ്കിൽ പോലും ഉള്ളിൽ ഭഗവാന്റെ രൂപം ഓർത്തു, അല്ലെ ഭഗവാനെ സ്മരിച്ചു. അതാണ് പുണ്യം എന്ന് പറയുന്നത്. എത്ര ജന്മം എടുത്താലും ആർജിച്ചു വെക്കുന്ന സംസ്കാരം വിട്ടുപോകില്ല. ഇപ്പൊ നിങ്ങൾ ഈ നേടിവെക്കുന്നുണ്ടല്ലോ, അടുത്ത ജന്മത്തിൽ നിങ്ങൾക്കത് കൂടെ ഉണ്ടാവും. ബാക്കി ഒന്നും കൂടെ ഉണ്ടാവില്ല. അതിനെയാ പറയുക കർമ്മവാസന എന്ന് പറയുക. അല്ല, പോകുമ്പോ നാലും വില കൂടിയ സ്പ്രേ മേടിച്ചടിച്ചൊന്നും പോയ ആ സ്മെല്ലൊന്നും കൂടെ വരില്ല. അതൊന്നും അല്ല വാസന. നമ്മൾ ചെയ്തു വെക്കുന്ന കർമ്മത്തിന്റെ വാസനയാണ് ആ വാസന. ആ കർമ്മഫലമാണ് നമുക്ക് വാസനയായിട്ട് കൂടെ കൂടുക. അതാണ് നമ്മളെ പിന്നീട് മുൻപോട്ട് നയിക്കണം. ഇപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഇതിനകത്ത് വന്നിരുന്നത് കേട്ട് നിങ്ങൾക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനെ സ്വാംശീകരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് നിങ്ങൾക്ക് കൂടെ കാണും. നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടും കുട്ടിക്കാലം മുതലേ ഇതിനോടൊരു താല്പര്യം തോന്നും. ഈശ്വരീയമായ കാര്യങ്ങളോട് ഒരു താല്പര്യം തോന്നും. ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, വന്ന ഉടനെ കൈയെടുത്ത് കൊണ്ടിടുന്ന ആരും പറയാതെ. നിങ്ങൾ കടയ്ക്ക് കണ്ടായിരുന്നോ ഒരു പൊട്ടിക്കുഞ്ഞിനെ ഇങ്ങനെ കയ്യില് അല്ല ജസ്റ്റ് ഇരിക്കും ആണെന്ന് തോന്നുന്നു, അങ്ങനെ അതൊക്കെ കയ്യിൽ കിടക്കുന്നതാണ്. ഒരു കുഞ്ഞിന് നോർത്ത് ഇന്ത്യയിലാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ കുഞ്ഞ് കേട്ടുകൊണ്ട് കിടക്കും. അച്ഛൻ ഇത് നിർത്തി കഴിയുമ്പോൾ കൊച്ചു കരയാനും തുടങ്ങും. എന്താ? പൂർവജന്മത്തിൽ ആർജിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരമാണ്. ഈശ്വരനാമം കേട്ട് ആനന്ദിച്ച ജീവിതമാണ്. എവിടെയോ പാകപ്പുഴ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇനി ബാക്കി വരുന്ന കാലത്ത് അത് ഏതെങ്കിലുമൊക്കെ നിലയിലേക്ക് എത്തേണ്ടതാണ്. എന്തുകൊണ്ടാ? അമൃതായം എന്ന ഈ മഠത്തിലുണ്ട് ഒരു കുഞ്ഞ്, പേര് ഞാൻ ഓർക്കുന്നില്ല. എത്ര വയസ്സുണ്ട്, തുച്ഛമായ പ്രായമുള്ളൂ. അവൻ എത്ര ഭംഗിയായിട്ട് ആ ഭഗവത്ഗീതയും ഒക്കെ പറയണത് പറഞ്ഞു കൊടുക്കണം ഓരോരുത്തർക്ക്. എവിടുന്ന് കിട്ടി? ആ പൂർവ്വജന്മത്തിൽ ആർജിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരമാണ്. അപ്പൊ പൂർവ്വജന്മത്തിൽ നമ്മൾ എന്ത് സംസ്കരിച്ചു വെക്കുന്നോ, സ്വാംശീകരിച്ചു വെക്കണോ, അത് അടുത്ത ജന്മത്തിൽ നമ്മുടെ കൂടെ കാണും കർമ്മവാസനകളായിട്ട്, കർമ്മഫലങ്ങളായിട്ട്. അതുകൊണ്ട് ബോധമുള്ള സമയത്ത് കുറെ നാട്ടുകാരുടെ കുറ്റവും പറയാതെ, കുറെ മറ്റുള്ളവരെ ചീത്തയും വിളിക്കാതെ, ഞാൻ മഹാസംഭവമാണെന്ന് മസിലും ധരിപ്പിച്ച് നടക്കാതെ അവിടെ കുത്തിയിരുന്ന കാലത്ത് നാരായണ ജപിക്കെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ പുണ്യം ഗുണം ചെയ്യും. അല്ലെ അടുത്ത ജന്മവും നമുക്ക് നാട്ടുകാരെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കാം, അല്ലെ നാട്ടുകാരെ നല്ലുകൊണ്ട് നടക്കാം. അത്രേ ഉണ്ടാവുള്ളൂ. ഈ ജന്മം ചീത്ത പറഞ്ഞ അടുത്ത ജന്മം തല്ലുള്ളതുള്ള ഉറപ്പാ. കാരണം ഇതാണല്ലോ കൂടെ വരുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നതിന്റെ ഇരട്ടി ആയിരിക്കും അന്നേരം പറയാ. അപ്പൊ നാട്ടുകാർ ചെണ്ട കൊട്ടാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതുകൊണ്ട് ഈ ജന്മത്തെ സ്വാംശീകരിച്ച് വെക്കാണ് ഈശ്വരീയമായ സൽക്കർമ്മങ്ങളെ സ്വാംശീകരിച്ച് ചെയ്തുകൊണ്ട് അതിൽ നിന്നും നേടാവുന്ന പുണ്യാംശത്തെ നേടിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് പൂർവ്വജന്മത്തിൽ ആ ജപതപം ചെയ്തത് കൊണ്ട് ഗജേശ്വരന്റെ ഉള്ളിൽ ഉദിച്ചു ഭഗവാന്റെ നാമധേയം. അവിടെ വേഗം കണ്ട ഒരു താമര പറിച്ച് ഭഗവാനെ സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തില് ഗോവിന്ദ അനന്ത നാരായണ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് സമർപ്പിച്ചു. ഭഗവാൻ ആ വിളി കേട്ടു. ഭഗവാൻ വിളി കേട്ടപ്പോ ആ കൊടുത്ത പൂവിനെ ഭഗവാൻ സ്വീകരിച്ചു, ആ കമലത്തെ ഭഗവാൻ സ്വീകരിച്ചു. നമ്മളൊക്കെ വിളിച്ചാൽ വരുമോ? എന്താ വരാത്ത? നമ്മൾ ഒരു പൂവും കൊടുക്കാറില്ല. അതുകൊണ്ട് ഉണ്ട് കൊടുക്കേണ്ട പൂവൊന്നും നമ്മള് ഭഗവാന് കൊടുക്കാറില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് ഗജശ്രേഷ്ഠൻ കൊടുത്ത് ആ പൂവിനെ, ആ താമരയെ, ആ കമലത്തെ ഭഗവാൻ സ്വീകരിച്ചു. ആ വേഗം തന്നെ വന്നു, ഗരുഡന്റെ മുകളിലേറി വന്നെന്ത് ചെയ്തു? ആ ഗജശ്രേഷ്ഠനെ പിടിച്ച് കരയിലേക്ക് കയറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? നോക്കിയപ്പം ആ ആനയുടെ കാലിൽ വലിയൊരു മുതല പിടിച്ചിരുന്നു. ആദ്യം മുതലയെ അങ്ങ് മോക്ഷം കൊടുത്തു. തന്റെ സുദർശന ചക്രം കൊണ്ട് മുതലയെ ആദ്യം നിഗ്രഹിച്ചിട്ട് അതിന് മോക്ഷം കൊടുത്തു. നോക്കൂ, ഭഗവത് ഭക്തന്റെ പാദത്തിൽ പിടിച്ചവനാണ് ആദ്യം മോക്ഷം കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, വൃത്രൻ എന്ന് പറയുന്ന ഒരു അസുരൻ പറയും, ഭഗവത് ഭക്ത ദാസാനുദാസനെങ്കിലും ആവാൻ കഴിഞ്ഞാൽ മതി ഭഗവാൻ.
ഉദ്ധവര് പറയും ഗോപികമാരുടെ പാദം സ്പർശിക്കുന്നിടത്തെ പൊടിയെങ്കിലുമായിട്ട് ജന്മം കിട്ടിയാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഭക്തന്റെ പാദം പണിയുന്നിടത്ത് പൊടിയായിട്ടെങ്കിലും ജനിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ജന്മം. കാരണം ഭക്തന്റെ പാദസ്പർശം പുണ്യത്തെ നൽകുന്നതാണ്, പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ ആദ്യം ആ മുതലയെ കൊന്നു. മുതല വേഗം തന്നെ ദിവ്യമായ ഒരു രൂപത്തെ ധരിച്ചു. അത് കഴിഞ്ഞപ്പോഴോ ഭഗവാന് ഈ ആനയും ചേർത്തുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയി ഭക്തനോട് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങനെ ആ ഗജശ്രേഷ്ഠനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ചോദിച്ചു, ആരാണ് ആ മുതലയായിട്ടുണ്ടായതെന്ന്. അപ്പൊ ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവനാണ്. അദ്ദേഹം ദേവനൻ എന്ന് പറയുന്ന മുനിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട് പിറന്ന. എന്താ കാരണം? അദ്ദേഹം ഇങ്ങനെ വെള്ളത്തിൽ നദിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ രസം തോന്നി. വെള്ളത്തിന് അടിയിൽ കൂടെ ചെന്ന് കാലെ പിടിച്ചു മരിച്ചു. പൊട്ടിക്കാലൊക്കെ ചെയ്തിട്ടില്ലേ? അടിയിൽ കൂടെ ചെന്ന് നോക്കില്ലേ? അങ്ങനെ ചെയ്ത് അത് അദ്ദേഹത്തിന് അസ്വസ്ഥമായപ്പോ അദ്ദേഹം ശപിച്ചതാ, നീ വെള്ളത്തിനടിയിൽ കൂടെ വന്ന് കാലെ പിടിച്ച് വലിച്ചതുകൊണ്ട് നീ മുതലയായി പോവട്ടെ. അങ്ങനെ അദ്ദേഹം മുതലയായതാണ്. അപ്പൊ ശാപം കിട്ടിയപ്പോഴാ ബോധം വീണേ. അപ്പൊ പറഞ്ഞ് സാരയില്ല, നിന്നെ ഭഗവാൻ വന്ന് രക്ഷിച്ചോളും, അനുഗ്രഹിച്ചോളും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ആ ഹൂഹുവാണ് മുതലയായി പറഞ്ഞത് എന്ന. നമ്മുടെ കൂടെ ഉണ്ട് ചില സമയത്ത് ചില മുതല. ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയതാ. അപ്പോഴാണ് ഒരു മുതല വീട്ടിലേക്ക് കയറി വന്നത്. വർത്താനം കുറിച്ചൊക്കെ ചരിതം ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് എന്ത് പറ്റി? ഇങ്ങോട്ട് വരാനുള്ള സമയം അങ്ങ് അതൊരു മുതലയാ. എന്താ കാരണം? നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം, ആ കർമ്മഫലമാണ് നമ്മളെ പിടിച്ച് താക്കണത്. ഇങ്ങോട്ട് വിടാതിരിക്കണതും വിടുന്നതും ഇവിടെ വന്നിരിക്കാൻ തോന്നണതും ഇരിക്കേണ്ടെന്ന് തോന്നണതും ഒക്കെ ആ കർമ്മഫലം. അതെപ്പോഴും നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എന്നിവിടെ സംസാര സാഗരത്തില്, അതാണ് ആ തടാകം എന്ന് പറഞ്ഞത്. ഈ സംസാര സാഗരത്തില് നമ്മളിങ്ങനെ ജീവിക്കുമ്പോ എല്ലാരും കൂടെ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ അതിൽ മുങ്ങിപ്പോകുമ്പോ കർമ്മഫലം അനുഭവിക്കാൻ വേറെ ആരും കൂടെ കാണില്ല. അപ്പൊ ആരെ സ്മരിക്കണം? സാക്ഷാൽ നാരായണനെ സ്മരിക്കണം. സ്മരിച്ച് എന്താ കൊടുക്കണം? താമരപ്പൂ കൊടുക്കണം. അതിന് ഇപ്പൊ ഇവിടെ